ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത ASD പട്ടികയിൽ ഉള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം. കേരളത്തിൽ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നാളെ നടക്കും. മേയർ, ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് രാവിലെ 10:30-നും ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം 2:30-നുമാണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് 27-ന് രാവിലെ 10:30-നും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് 2:30-നും നടക്കും. ഭരണഘടനയുടെ സന്താളി ഭാഷാ പതിപ്പ് രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഈ വർഷം ഓൽ ചിക്കി ലിപിയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ ഈ ലിപിയിൽ ഭരണഘടന ലഭ്യമാക്കുന്നത് സന്താളി ജനതയ്ക്ക് അഭിമാനമാണെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രം സദ്ഭരണ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്നൌ സന്ദർശിക്കും. രാഷ്ട്ര പ്രേരണാ സ്ഥൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. സദ്ഭരണത്തിന് പ്രാധാന്യം നൽകിയ മഹത് വ്യക്തിത്വമായിരുന്നു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സദ്ഭരണ ദിനത്തിൽ വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിക്കെത്തിയ എല്ലാവർക്കും ഗവർണർ ഊഷ്മളമായ ക്രിസ്മസ് ആശംസകൾ നേർന്നു. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രിസ്മസിനെ വരവേറ്റ് ലോകം. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുകയാണ് ക്രൈസ്തവ വിശ്വാസികൾ. ക്രിസ്മസ് ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രി ഡൽഹിയിലെ നോർത്ത് അവന്യൂവിലുള്ള CNI സഭയുടെ റിഡംഷൻ കത്തീഡ്രൽ ചർച്ച് സന്ദർശിച്ചു. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ ക്വത്ര ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോറുമായി ചർച്ച നടത്തി. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പൊതുലക്ഷ്യങ്ങളെക്കുറിച്ചായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫ്ലോറിഡയിലെ വസതിയിൽ നടന്ന ചർച്ച. ഇന്ത്യയിലെ US അംബാസഡർ എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി തന്റെ പദ്ധതികളും മുൻഗണനകളും US അംബാസഡർ പങ്കുവച്ചതായി ശ്രീ ക്വത്ര സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. സമകാലിക ആവശ്യകതകൾക്ക് അനുസൃതമായി രാജ്യത്തെ പരിശീലന സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നിർമ്മിത ബുദ്ധിക്ക് ഊന്നൽ നൽകണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. ന്യൂഡൽഹിയിൽ സ്കില്ലിംഗ് ഫോർ AI എന്ന വിഷയത്തിൽ നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള അടിത്തറയിടുകയാണ് സർക്കാരെന്ന് അദ്ദേഹം പറഞ്ഞു. ഉന്നാവോ ബലാത്സംഗ കേസിൽ മുൻ MLA കുൽദീപ് സിംഗ് സെംഗാറിന്റെ ജീവപര്യന്തം തടവ് മരവിപ്പിച്ചതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് CBI. ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പഠിച്ച ശേഷമാണ് തീരുമാനമെന്ന് CBI വക്താവ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. മണ്ഡലപൂജയ്ക്ക് അയ്യന് ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ ശബരിമല സന്നിധാനത്തെത്തും. വൈകിട്ട് 3-ന് പമ്പയിൽ നിന്ന് പുറപ്പെട്ട് 5-ഓടെ ശരംകുത്തിയിൽ എത്തിച്ചേരുന്ന ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് ആനയിക്കും. 6:30-ന് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടക്കും. മറ്റന്നാൾ ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ. കായിക പ്രേമികൾക്ക് ആവേശമായി ലോക ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം തിരുവനന്തപുരത്ത്. ഇന്ത്യ ശ്രീലങ്ക T20 പരമ്പരയ്ക്കായി അനന്തപുരിയിലെത്തിയ ലോക ജേതാക്കൾ 26, 28, 30 തീയതികളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. കാര്യവട്ടം സ്പോർട്സ് ഹബ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 18 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 20 കുട്ടികളെ ഈ വർഷം പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. വീർ ബാൽ ദിവസ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുമെന്ന് വനിതാ ശിശു വികസന മന്ത്രാലയം അറിയിച്ചു. നവി മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിമാന സർവീസുകൾക്ക് തുടക്കമായി. ബംഗളൂരുവിൽ നിന്നുള്ള വിമാനം രാവിലെ 8 മണിയോടെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു.
മുംബൈ നഗരത്തിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ പുതിയ വിമാനത്താവളം നിർണായകമാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.